എണീറ്റില്ല ഇതുവരെ. ഹരി, അവനെ വിളിച്ചേ, അവനിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ആണോ? അമ്മ നോക്കാം, ഞാൻ വിളിച്ചോളാം. എടാ പൃഥ്വി, എണീക്ക്. രാവിലെ എണീറ്റ് പഠിക്കണം എന്ന് പറഞ്ഞാൽ അതും കേൾക്കൂല. എടാ എണീച്ച, എടാ എണീക്ക്, എണീക്കടാ. ഇവനെപ്പോഴാ ഇതിൻ്റെ അകത്ത് കയറി? ഇന്നങ്ങനെ ഇറങ്ങോ? ഏട്ടാ എന്നാ വാങ്ങി തന്നെ? നീ ചായ കുടിച്ചോ? ഇല്ല. പോയി ചായ കുടിക്ക്. ആക്കി തരണം. ആക്കി തരാ. പോയി. ഇവനെന്താ ആളെ കൊല്ലാറില്ല? നമ്മളെന്നാണാവോ ഇങ്ങനെ ബൈക്കിലൊക്കെ പോവുക? നീ ക്ഷമിക്ക്, നമുക്ക് വാങ്ങിക്കടാ. ഏട്ടൻ ബൈക്ക് അടിച്ചാൽ എനിക്ക് സൈക്കിൾ തരും. പിന്നല്ല, പിന്നെ ഞാൻ ഈ സൈക്കിളൊക്കെ തരാം. പക്ഷെ നീ ഇത് നന്നായിട്ട് കൊണ്ടുനടക്കും. ഇത് നമ്മുടെ അച്ഛൻ വാങ്ങി തന്നു. എന്തെങ്കിലും റെഡിയാവോ? എന്നുള്ള പ്രശ്നമാണ് എന്താ ചേന ലൂസ് വേണം. ഞാൻ നമ്മൾ കൂടെ പോയി കളാം. ഏട്ടൻ പറ്റും. ആ ശരി. നിനക്ക് ബാഗ് ഉണ്ടേ? എനിക്ക് പോണേ. ഹരിനാഥ, അശ്വിന്റെ എവിടെയാടാ നീ? നാട്ടിൽ തന്നെ ഉണ്ടോ? പിന്നെ പ്ലസ് ടു കഴിഞ്ഞ ശേഷം നിന്നെ എപ്പോഴാണ് ഞാൻ കാണുന്നത്? ഞാൻ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നീയല്ലേ തൃശ്ശൂരൊക്കെ പോയി ഫൈൻ ആർട്സിനൊക്കെ ചേർന്നു? അതേടോ, കഷ്ടപ്പാടാണ്. അല്ല, നീ ലീവായിട്ടൊന്നുണ്ടാവില്ലേ? അല്ല, നാളെ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? മാളിലൊക്കെ പോയി ഒരു സിനിമയൊക്കെ കണ്ടുവരാം. അയ്യോ, നാളെ പറ്റില്ലടാ, എനിക്ക് ഒരു കാറ്ററിംഗ് ഉണ്ട്. ആണോ? എടോ, താനിപ്പോഴും ഈ സൈക്കിൾ തന്നെയാണോ ഉപയോഗിക്കണേ? മാറ്റിയിട്ടൊരു ബൈക്കൊക്കെ എടുക്കടോ. സമയട്ടെ. ഇനി എപ്പോഴത്തേക്കാ? നമ്മുടെ ഏജിലുള്ള പിള്ളേരുടെ കയ്യിലൊക്കെ ഇപ്പോൾ ഉള്ളത് സൈക്കിളല്ല, ബൈക്കാ.
ഈ വണ്ടി ഒന്ന് മാറ്റണം. മാറ്റാണ്. അത് നീ ഇത് മേടിച്ചിട്ട് 3-4 മാസമല്ലേ ആയിട്ടുള്ളൂ. അതൊക്കെയാണ്. എന്നാലും പുള്ളിയും പോയടാ. CCP അത് പോരാ. കോഴിക്കോട് നിന്നൊരു ബൈക്കാരി ഉണ്ട്, ഊട്ടിയിലേക്കാണ്. ക്യാഷ് പ്രൈസാണ് മോനെ. എൻ്റെ അച്ഛൻ ഇപ്പോൾ ആണ് പോയിട്ടല്ലേ ഉള്ളൂ ഗൾഫിലേക്ക്. അപ്പോഴത്തേക്ക് ഇങ്ങനെ ക്യാഷ് പൊട്ടിച്ചു തുടങ്ങി. അതൊന്നും കുഴപ്പമില്ല. റാലിക്കാണേ നമ്മുടെ സജി കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ. റാലിക്കാണേലേ നമ്മുടെ സജി കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ. ഏത് സജി? നമ്മുടെ സജിടാ, ബുള്ളറ്റ് സജി. ഓ, നമ്മുടെ സജി. ആ, അവനോ? കയ്യിലൊരു ബുള്ളറ്റ് ഉണ്ടായിട്ട് ആ റോഡിലൂടെ പോകുന്നത് പോലെ പോയാ വേറെ ഏത് ചക്കന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്? ഇതൊക്കെയാണ് അവന്റെ കഥ. ദാ വരണ 100 ആയിസ. പോലെ നീ ഇപ്പൊ എവിടുന്നാ? അല്ലാതെന്താ കവറില്? ഇതാണ് ബ്ലാക്ക് ഫിഷ്. ബ്ലാക്ക് ഫിഷോ? ഓ, അക്കൂറിൻ്റെ ആയിരിക്കും അല്ലേ? എവിടെ നോക്കട്ടെ. ഇത് കരിമീനല്ലേ? ആ, അതാ പറഞ്ഞ ബ്ലാക്ക് ഫിഷ്. ഞാൻ പോട്ടെ, മോം വെയിറ്റ് ചെയ്യാം. അയ്യേ, ഇവനെന്താ ഇങ്ങനെ? വല്ല ഹോളിവുഡ് സിനിമ കണ്ട് വട്ടാതായിരിക്കും. സാധനമൊക്കെ വാങ്ങി വരികയാണല്ലേ? ആ, കുറച്ച് മീനും കിട്ടി വരുന്ന വയ്ക്ക്. ഇത് വല്ല ബ്ലാക്ക് ഫിഷ് എങ്ങാനും ആണോ? അല്ല അല്ല. രാഹുലേ, നിന്നെ കണ്ടിട്ട് കുറച്ചായല്ലോ. നീ പുതിയ വണ്ടി വാങ്ങി തരണോ? എവിടെ? ഇതാ വണ്ടി നോക്കേ. നിന്റെ മീൻ തൊട്ട് കഴിഞ്ഞ വണ്ടി തുറണ്ട. ഇപ്പൊ കഴുകിയിട്ടുള്ളൂ. സോറി, ഞാൻ അത്ര കണ്ട് ഓർത്തില്ല. നിനക്കൊരു ബൈക്കൊക്കെ വാങ്ങിത്തരും. ഇപ്പൊ ലോണൊക്കെ കിട്ടല്ലോ. ലോണ് അത് വേണ്ട. ഒരു ചെറിയ കുടുംബത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവനാണ് ഞാൻ. അതിനിടയ്ക്കൊരു ലോണൊക്കെ എടുത്ത് അടവെങ്ങാനും തെറ്റിയാൽ പിന്നെ അത് ശരിയാവില്ല. ഞാൻ പോകാം. അപ്പോൾ പിന്നെ ഇവിടെ ആരും ലോൺ എടുത്ത് ബൈക്ക് എടുക്കില്ലല്ലോ. അവനൊരു സിദ്ധാന്തം. ഒന്ന് പോകാൻ പറഞ്ഞു. എന്താ ചേട്ടാ, ബൈക്ക് വെക്കാനൊക്കെ ആയോ? നീ അടങ്ങ്, പൈസ ആവുന്നല്ലേ ഉള്ളൂ. ഡ്യൂക്ക് അടിച്ചേ. അയ്യോ, ഇത്ര വലിയ വണ്ടിയൊന്നും തൽക്കാലം നമുക്ക് വേണ്ട. നമുക്കൊരു മിഡിൽ ക്ലാസ് ലെവൽ വണ്ടി മതി. ഇതിപ്പം എത്ര ഉണ്ടാവും? ഒരു 10-35 ആയിക്കണം. ഇനിയിപ്പോ കോളേജില്ലല്ലോ, പണിക്കൊക്കെ പോകണം. ബൈക്ക് എടുത്തിട്ട് വേണം എനിക്കത് സ്കൂളിൽ പോവാൻ. അല്ല, വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ കമ്പനിയിലെത്തി. അത് ചിലപ്പോ ഞാൻ അവരുടെ അടുത്ത് നിന്ന് മാറിക്കുന്നൂടെ.
അതിനിപ്പോ മാറിക്കണേ, ഏട്ടനോരെ കൂടെ കറങ്ങാനൊക്കെ പോയിക്കൂടെ? എനിക്കിവിടെ ഒരുപാട് പണിയിട്ടടാ. മാത്രല്ല നമ്മുടെ അമ്മ ഒറ്റയ്ക്കില്ലേ. അല്ല, ആ രാഹുലേട്ടൻ പുതിയ വണ്ടി മേടിച്ചല്ലോ, മൂപ്പര് വലിയ കാശൊന്നും കൊടുത്തല്ലോ. അവൻ ലോൺ എടുത്തിട്ടാ ബൈക്ക് പോയി. എന്നാ നമുക്ക് അതേമാതിരി ലോൺ എടുത്ത് വണ്ടി മേടിച്ചത്, എന്നാ വണ്ടി പടന്നു കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. കിടപ്പാടം വിറ്റ് ലോൺ എടുക്കും, പിന്നെ മാസം ഒരു വലിയ തുക തന്നെ അടയ്ക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു അടവ് തെറ്റിയാലോ പിന്നെ പലിശയായി, കൂട്ടുപലിശയായി. അതിനിടയ്ക്ക് വല്ല ഹോസ്പിറ്റൽ കേസും വന്നാൽ നമുക്ക് തന്നെ ആരാ പിന്നെ നമ്മളെ സഹായിക്കാനുണ്ടാവുക? അതാണ് നമ്മുടെ അമ്മ. കിട്ടുന്ന പൈസ എല്ലാം സ്വരൂപിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ഉപയോഗിച്ചൂടെ. എന്നിട്ടാ രാഹുലേട്ടൻ ഇത്ര അഹങ്കാരം? ഏട്ടനെ പറ്റി എപ്പോഴും കുറ്റം പറയും. നീ എന്തിനീ കേൾക്കാത്ത കാര്യം പറഞ്ഞു? ഞാൻ കേട്ടത് ഒരു ആയിക്കോട്ടെ, മറ്റുള്ളവർ എന്ത് വേണേലും ആയിക്കോട്ടെ, അതൊന്നും നീ ശ്രദ്ധിക്കാൻ പോണ്ട. നമ്മുടെ പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കാനും പോണ്ട. നീ ക്ലാസ് ഇട്ട് വന്ന് കുളിച്ചോ? എന്നാ പോയി കുളിക്ക്. ഞാൻ ആ രോഹിത്തിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. നാളെ അവന്റെ കൂടെ കാറ്ററിംഗ്. അമ്മ പോയിരാ. നമുക്കിന്ന് വൈകുന്നേരം കളിക്കാൻ പോയാലോ? ഇൻഡോറിൽ. ഒന്നും ഇല്ല മോനെ, ഇന്ന് അമ്മേനെ മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. എന്നാ നീ നിന്റെ പോക്കൊക്കെ ഒന്ന് കുറയ്ക്കണം കേട്ടോ. നല്ല സ്പീഡാണ്. സജിക്ക് അപാര സ്പീഡല്ലേ? സജിന്റെ റൈഡ് നീ കണ്ടിട്ടില്ലേ? മുംബൈ ഇന്ത്യൻസ് കയറോ? നീ ആക്കെ വിടും. ഹരീഷ്, നീ ഇന്നും പണിക്ക് പോയോ? ഈ കാശൊക്കെ എവിടെയാടാ കൊണ്ടുവെക്കുന്നേ? എടാ രാഹുലേ, നിന്റെ വണ്ടിന്റെ ഹെഡ്ലൈറ്റും നമുക്ക് സ്മോക്ക് ചെയ്താലോ? നല്ല രസവും. രാവിലെ എനിക്ക് കീ ഒന്ന് നോട്ടെ. എന്താടാ നിനക്ക് ഓടിക്കാം? രാവിലെ ഞാൻ നിന്റെ വണ്ടി ഒന്ന് ഓടിച്ചോ. നീ നിന്റെ സൈക്കിൾ ഓടിച്ചാൽ മതി, എൻ്റെ വണ്ടി ഓടിക്കണം. എടാ അവനൊന്ന് ഓടിച്ചോട്ടടാ. നീ ചുമ്മാരി. എടാ അവനൊന്ന് ഓടിച്ചോട്ടടാ. നിനക്കെടാ, ഇതവൻ്റെ തന്ത മറ്റൊന്നുമില്ലല്ലോ. നീ എന്തിനാ അവനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? എനിക്കന്നെ അവനെ ഒരു ബൈക്ക് വാങ്ങിക്കാനുള്ള പ്ലാനില്ല. ആണോ? പണിക്ക് പോയി കിട്ടുന്ന കാശിന് അവൻ കുറച്ച് കാശ് മാറ്റി വയ്ക്കും, ബൈക്ക് വാങ്ങിക്കും. പിന്നെ പണിക്ക് പോയിട്ട് ഒന്ന് എന്തുണ്ടാക്കാനാ? എടാ നിനക്കൊക്കെ നിന്റെ അച്ഛനുള്ളതുകൊണ്ടല്ലേ. അച്ഛൻ മരിച്ച അവനെ അധ്വാനിച്ച കാശുണ്ടാക്കും. അച്ഛനില്ലെങ്കിലേ ആരെല്ലാം തോന്നിക്കും. നീ വാടച്ചോ, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനൊക്കെ അധ്വാനിക്കുന്നതിനോട് പുച്ഛ. അല്ല, നിങ്ങൾ പോവുക, നമുക്ക് കളിക്കണ്ടേ? നീ പോണാണെന്ന്. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാനാ? ആരോ സൈക്കിൾ ഓടിച്ചാൽ മതി, എൻ്റെ വണ്ടി ഓടിക്കണം. ഓടിച്ചോട്ടടാ. നിനക്കെടാ, ഇതവൻ്റെ തന്ത മരുന്നില്ല. നിന്റെ മീൻ തൊട്ട് കഴിഞ്ഞ വണ്ടി തുടങ്ങാം. ഓക്കെ, ഇരിക്കട്ടോ. സോറി, ഞാൻ അത്ര കണ്ട് ഓർത്തില്ല. നമ്മളെന്നാണാവോ ഇങ്ങനെ ബൈക്കിലൊക്കെ പോവുക? നീ ക്ഷമിക്ക്, വാങ്ങിക്കടാ.
ചേട്ടൻ ബൈക്ക് അടിച്ചാൽ എനിക്ക് സൈക്കിൾ കിട്ടും. എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഞാൻ അവന്റെ ഫ്രണ്ട് അല്ലേ. അതിനിപ്പോ പ്രശ്നം എന്താ? എന്നെ കൊന്നില്ല എന്നുള്ളൂ. കലി കയറി എന്നെ പിടിച്ചാ കിട്ടൂല. അതോൻ അറിയാത്തോണ്ടാ. എടാ നീ കാര്യം പറടാ. ഞാൻ വേണ്ടാന്ന് വെച്ച് ക്ഷമിച്ചതാ. എടാ പുല്ല കാര്യം പറടാ. മിനി മിൽസിയ അവന്റെ ഒരു മിനി മിൽസിയ. അല്ലടാ രാഹുൽ എവിടെ? അവനെ വിളിച്ച് ഫോൺ എടുക്കില്ലല്ലോ. ഇന്നലെ നമ്മൾ മുടക്കിയതല്ലേ, അതാവും. ശരിയായിക്കോളൂ. എന്നാ അവൻ വന്നോളൂ. നിങ്ങളെന്താ ഇവിടെ ഹോസ്പിറ്റലിൽ പോയില്ലേ? അല്ല, ഹോസ്പിറ്റലിൽ പോവാൻ ഞങ്ങൾക്ക് എന്താ പനി എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ രാഹുൽ ആക്സിഡന്റ് ആയത്? ഇന്നലെ അവൻ്റെ അമ്മയും കൊണ്ട് ബൈക്കിൽ വരുമ്പോൾ അവനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവൻ്റെ അമ്മയ്ക്ക് സർജറി വേണമെന്നാ ഡോക്ടർ പറയുന്നത്. എന്നിട്ട് അവനെന്താ വിളിക്കാഞ്ഞേ? അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. സർജറിക്ക് 1.5 ലക്ഷം രൂപയാവും. കാശിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. ഏത് ഹോസ്പിറ്റലാ? EMH ഹോസ്പിറ്റൽ. എന്നാ വാ നമുക്ക് പോവാം. ആരി, നീ അറിഞ്ഞോ നമ്മുടെ രാഹുൽ ഇന്നലെ ആക്സിഡന്റ് ആയി? അവൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കുറച്ച് സീരിയസാ. വാ നമുക്കൊന്ന് പോവാം. നീ കേറ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സർജറി കഴിഞ്ഞു. അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം കാശോ? കാശ് എൻ്റെ കൈയും കാലം പറയുന്നു. എൻ്റെ അമ്മ ഈ ടെൻഷൻ അടിക്കാതിരിക്കും. നമുക്ക് നോക്കാം. മോനെ, ഇനി നമുക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. പണം എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്യണം. എൻ്റെ കയ്യിലാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. സർജറി എത്രയും പെട്ടെന്ന് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എൻ്റെ അച്ഛനെ അറിയിച്ചാലോ? അച്ഛനെ ഞാൻ വിളിച്ചതാണ്. പക്ഷെ ഇത്രയും വലിയൊരു തുക പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ അച്ഛൻ്റെ വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ വിളിച്ചു. പക്ഷെ കാശിൻ്റെ കാര്യം മാത്രം ഒരു കാര്യം ഇല്ലാന്നാണ്. എൻ്റെ അച്ഛനാകെ ടെൻഷനിലാണ്. ഇനിയും വിളിച്ച് ടെൻഷൻ ആക്കണ്ട. രാഹുലേ, മോൻ എൻ്റെ കൂട്ടുകാരെ ആരെങ്കിലും വിളിച്ചോ നോക്ക്. ഹലോ ഹലോ. ആ രാവിലെ പറടാ. എന്താടാ പറയ്. ഹലോ, എവിടെയാടാ? പറയ്. ഹലോ ഹലോ. പറടാ. ആടാ ക്യാഷ് ഉണ്ടാവില്ലടാ. ക്യാഷ് വേഗം എന്താ ആവശ്യത്തിന് ഞാൻ ഉണ്ടോ? എടാ ഞാൻ ട്രാഫിക്കിലെ ഓർച്ചിന് പിടിക്കാൻ എത്ര എത്ര? എടാ 1 ലക്ഷം. ഒന്നും നടക്കൂലടാ. 5 10 വെച്ച് നോക്കായിരുന്നു. നാളെ കോളേജിൽ ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. അമ്മയ്ക്കൊന്നും വരില്ലടാ, ഞാൻ പ്രാർത്ഥിക്കാം. കാശ് ശരിയല്ല ചേട്ടാ. ഓപ്പറേഷൻ തുടങ്ങിയല്ലോ മോനെ. അത് മോൻ്റെ ഒരു കൂട്ടുകാരൻ തന്നു. ഏത് കൂട്ടുകാരൻ? ആരാന്നൊന്നും അറിയില്ല. കാശ് കൈ തന്നിട്ട് പോയി. അമ്മയെ കണ്ടു. ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ.
എന്താ ജിതിനെ? ഹലോ ഹരി, ഇത് ഞാനാ ജിതിന. നമ്മുടെ രാഹുലിൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ്. ഇപ്പോൾ TMH ഹോസ്പിറ്റലിലാണ്. ഇല്ല, ആദ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അത്യാവശ്യമായിട്ടൊരു സർജറി ചെയ്യണം. ഒരു 1.5 ലക്ഷം രൂപ വരും. ഇവിടെയാണെങ്കിൽ ക്യാഷ് അറേഞ്ച് ചെയ്യാനും പറ്റിയിട്ടില്ല. നീ വിചാരിച്ചാൽ കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആണോ? എടാ ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. ഓക്കെ. ഞാൻ വരാം. ഹരി, നീയോ? നിനക്കെങ്ങനെ ഇത്രയും പൈസ? ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ അമ്മയോടാണ് ആദ്യം പറഞ്ഞത്. അമ്മ അപ്പം തന്നെ അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശ് എനിക്ക് തന്നു. പിന്നെ ഞാൻ ബൈക്ക് വാങ്ങിക്കാൻ വെച്ചെന്ന് കൂടി ചേർത്തപ്പോൾ മുഴുവനില്ലെങ്കിലും കുറച്ചൊക്കെ ഒപ്പിക്കാൻ പറ്റി. ഒരു അത്യാവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴല്ലടാ കാശിന് വരും. ഒരു ബൈക്ക് വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ മോഹമാണ്. നിൻ്റെ അമ്മ എന്ന വലിയ മോഹത്തിന് പകരം വയ്ക്കാൻ പറ്റൂലാണല്ലേ എൻ്റെ ഈ ചെറിയ മോഹം.
இதோ அந்த பறவையை போல நாம் வாழ வேண்டுமடா இதோ இந்த அலைகளை ബുള്ളറ്റ് ഉണ്ടായിട്ട് ആ ഈ റോഡിലൂടെ പോകുന്നതിൽ പോരാ ആയിരത്തിൽ ഒരുവനുങ്ക യാര് യാര് അല്ലല്ലോ ഡയലോഗ് ഇപ്പൊ നായി അതന്നെ ഡയലോഗ് ഒന്നില്ലാന്നുള്ളൂ പറഞ്ഞിട്ടും കാര്യമില്ല സംശയം നീ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് നീ എന്തിനാ പറയാൻ പോയത് അച്ഛൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു. പക്ഷെ അവർക്കൊന്നും പൈസ ഇല്ല. നമുക്ക് അച്ഛനെ അറിയിച്ചാലോ? வெற்றி மேல வெற்றி என தேடி வர்றோம் வெற்றி நிச்சயம் தான் அது வேத சத்தியம் தான் வெற்றி கொடி கட்டும் பின்ன பொண்ணு வரும் நீ என்ன நான் என்ன எல்லாம் സോരളിയാ റെക്കോർഡിങ് ഞാനിപ്പോ അമർത്തുന്നു ക്യാമറ ആരെയും വെച്ച് ഞാൻ വെച്ച് എന്നാ ഇച്ചുണ്ടെന്നാ